പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് 2026 ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഇന്നും ഇന്നലെയുമൊക്കെയായി വീണ്ടും നമ്മൾ തുടർച്ചയായി കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രവചിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ധാരാളം വീഡിയോകൾ കാണാനുണ്ടായി. അതായത് പ്രമുഖ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ യൂട്യൂബ് ചാനലുകൾ, അതായത് ന്യൂസ് ചാനലുകൾ പോലെ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനലുകൾ, അതിൽ ചിലതിനൊക്കെ പലതരത്തിലുള്ള താല്പര്യങ്ങളുള്ളവയാണ്, രാഷ്ട്രീയ താല്പര്യങ്ങളുള്ളവയുണ്ട്. ചിലരൊക്കെ BJP നേടാൻ സാധ്യതയുള്ള സീറ്റുകൾ അതിന് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫലം പ്രവചിക്കുന്നുണ്ട്. ചിലർ ഇപ്പോഴും LDF തുടർന്നും അധികാരത്തിൽ വരുമെന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള, അതായത് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഫലം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇപ്പോഴേ പ്രവചിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അങ്ങനെ പ്രവചിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോക്കാണ് എനിക്ക് കൂടുതൽ മറ്റ് വീഡിയോകളെ അപേക്ഷിച്ച് കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ശരിയാവുകയില്ല, ഫലപ്രവചനങ്ങൾ ശരിയാവുകയില്ല എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ നമ്മളിന്ന് പരിശോധിക്കുക. ഇപ്പോൾ 2011 അപേക്ഷിച്ച് LDFന് 1.63% വോട്ടും UDFന് 6.97% വോട്ടുമാണ് കുറഞ്ഞത്. നമുക്കെല്ലാവർക്കും അറിയാം, അന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ CPIMന് 58 സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. കോൺഗ്രസ്സിന് 22 സീറ്റുകളിലും വിജയിക്കാൻ കഴിഞ്ഞു. അപ്പോൾ അന്നുണ്ടായിരുന്ന വോട്ടിംഗ് പെർസെൻറ്റേജിലെ ഡിഫറൻസ് എന്ന് പറയുന്നത് 43.48% വോട്ട് LDF നേടുമ്പോൾ 38.81% വോട്ട് UDF നേടിയിരുന്നു. ഇപ്പോൾ 43-ഉം 38-ഉം എന്ന് പറയുമ്പോൾ 81% വോട്ടായി. ബാക്കി നല്ലൊരു ശതമാനം വോട്ട് NDA നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. 43.4-ഉം 38.8-ഉം, അപ്പോൾ ഏകദേശം 5% മുകളിൽ ആ വ്യത്യാസമുണ്ട്. 5% താഴെ വ്യത്യാസമുണ്ട്. അതായത് 4%-ൻ്റെ 5%-ൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസമാണ് ഇവർക്കിടയിലുള്ള UDFൻ്റെ LDFൻ്റെയും മൊത്തം സീറ്റുകളെ നമ്മൾ നോക്കുമ്പോൾ അന്ന് 91-ഉം 49-ഉം എന്ന രീതിയിലായിരുന്നു ഫലം വന്നിരുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസം വരുത്താൻ ഈ 5% വോട്ടുകൾക്ക് സാധിക്കുന്നുണ്ട്. അത്രയും വ്യത്യാസം ഇപ്പോഴും നമ്മുടെ LDFും UDFും തമ്മിൽ ഈ 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലേക്കാണ് രാഷ്ട്രീയ സ്വഭാവത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് പറയുമ്പോൾ 7 ജില്ലാ പഞ്ചായത്തുകളിൽ UDFും 7 LDFും മുന്നിൽ വന്നിട്ടുണ്ട്. അതേസമയം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ BJPക്ക് മുമ്പുണ്ടായിരുന്ന 2 സീറ്റുകളുടെ എണ്ണം കുറഞ്ഞ് ഇപ്പോൾ നിലവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ 1 സീറ്റേ BJPക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, BJP കാസർഗോഡ് ജില്ലയിലെ 2 അസംബ്ലി സെഗ്മെൻറ്റ്സിൽ രണ്ടാമത് വരുന്ന കക്ഷിയാണ്. പക്ഷേ അവിടെ അവർക്ക് ജില്ലാ പഞ്ചായത്ത് 1 സീറ്റിലേ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ കാണണം. അപ്പോൾ 90 സീറ്റിൽ മത്സരിച്ച LDFന് CPMന് ആണ് ഈ 58 സീറ്റുകൾ വിജയിക്കാൻ കഴിഞ്ഞത്. അതുപോലെ നമ്മൾ പരിശോധിക്കുമ്പോൾ 87 സീറ്റിലാണ് അന്ന് കോൺഗ്രസ് മത്സരിച്ചത്. BJP അന്ന് 98 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. ഇനി നമ്മൾ അന്നത്തെ ഈ ഫലപ്രവചനങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്, ടൈംസ് നൗവിൻ്റെ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് 74-ൻ്റെയും 82-ൻ്റെയും ഇടയിൽ സീറ്റുകൾ LDF നേടുമെന്നാണ്. UDF 54-നും 62-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന്. എന്നാൽ ഇന്ത്യ ടുഡേ 88-ഉം
101 സീറ്റിനിടയിൽ പ്രവചിക്കുന്നു. ഇന്ത്യ ടുഡേ പ്രവചനമാണ് കുറേ കൂടി ശരിയായി വരുന്നത് നമ്മളങ്ങനെ പരിശോധിക്കുമ്പോൾ. UDF 38-നും 48-നും ഇടയിൽ സീറ്റുകൾ പ്രവചിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫലപ്രഖ്യാപനം നടക്കുന്നതിന് മുമ്പ് ഉള്ള ഈ പ്രവചനങ്ങൾ ശരിയാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ 2016 മാർച്ചിൽ C4 ഏഷ്യാനെറ്റ് ന്യൂസിന് വേണ്ടി നടത്തിയ സർവേ പ്രകാരം അന്ന് UDF 37% വോട്ട് നേടുമെന്നും 55-നും 62-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിച്ചത്. 41% വോട്ടുകളോടുകൂടി LDF 75-നും 82-നും ഇടയിൽ സീറ്റുകൾ നേടുമെന്ന് പ്രവചിച്ചു. അപ്പോൾ നോക്കൂ, അവരുടെ ഹയസ്റ്റ് നമ്പർ 82 ആണ്. മാർച്ച് 2016 അവർ പ്രവചിക്കുമ്പോൾ അതിൻ്റെ കിട്ടാവുന്ന മാക്സിമം 82, പക്ഷേ കിട്ടിയതോ 91. അപ്പോൾ അവിടെ 9 സീറ്റുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ 140 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള ഒരു സംസ്ഥാനത്തെ മൊത്തം സീറ്റുകളുടെ എണ്ണം പ്രവചിക്കുമ്പോൾ, ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം പ്രവചിക്കുമ്പോൾ അവിടുത്തെ മൊത്തം അസംബ്ലി സെഗ്മെൻറ്റ്സിലെ ഒരു 20%-ലേക്ക് വ്യത്യാസം വരാം. അതായത് 140-ൻ്റെ ഒരു 20% ഒരു ചെറിയ വ്യത്യാസമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും വലിയ വ്യത്യാസം വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടതായ ഒരു കാര്യം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനതിൻ്റെ മറ്റു ചില സർവേ റിപ്പോർട്ടുകളോട് സൂചിപ്പിക്കാം. 2016 മാർച്ചിൽ തന്നെ ഇന്ത്യ TV നടത്തുന്ന പ്രവചനപ്രകാരം UDF 49 സീറ്റ്, അത് ഏറെക്കുറെ ശരിയായൊരു പ്രവചനമായിരുന്നു. ഇന്ത്യ ടുഡേയുടെ പ്രവചനം മാർച്ച് 2016 49 സീറ്റുകളാണ് അന്ന് UDF നേടുന്നത്. 89 സീറ്റുകളിൽ LDF വിജയിക്കുമെന്നാണ് അന്ന് പ്രവചനം ഉണ്ടായിരുന്നത്. ഏപ്രിൽ 2016 കേരളത്തിലെ ഒരു വാർത്താ ഏജൻസി മാതൃഭൂമി ന്യൂസ് ആക്സിസ് മൈ ഇന്ത്യ നടത്തിയ സർവേ പ്രകാരം 42% വോട്ടുകളോടുകൂടി 66 മുതൽ 72 സീറ്റുകളിൽ UDF വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഭരണം ലഭിച്ചേക്കാം എന്നാണ് അവർ പ്രവചിച്ചത്. 68 മുതൽ 74 സീറ്റുകൾ വരെ LDF നേടിയേക്കാം. അപ്പോൾ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 സീറ്റുകളുടെ ഡിഫറൻസാണ്. അതായത് LDF മാക്സിമം കിട്ടിയേക്കാവുന്നതോ മിനിമം കിട്ടിയേക്കാവുന്നതോ ആയ സീറ്റുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 2 സീറ്റുകളുടെ വ്യത്യാസം. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്കിടയിലുണ്ടായിരുന്ന വ്യത്യാസം 49-ൻ്റെയും 91-ൻ്റെയും 47-ഉം എനിക്ക് തോന്നുന്നത് അന്ന് PC ജോർജിൻ്റെ ഒരു MLA സ്ഥാനമുണ്ട്. അപ്പം 47 BJPയുടെ ഒരു സീറ്റ് PC ജോർജിൻ്റെ, അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം രാജഗോപാൽജിയുടെ കൂടെ നിയമസഭയിൽ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. 91 സീറ്റുകൾ LDFന്. അപ്പോൾ നോക്കൂ, 47-ഉം 91-ഉം എന്ന് പറയുമ്പോൾ എത്രമാത്രം വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നത് 47-ഉം 91-ഉം എന്ന് പറയുമ്പോൾ 44 സീറ്റുകളുടെ 44 സീറ്റുകളുടെ വ്യത്യാസമാണ്. പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് 2 സീറ്റുകളുടെ വ്യത്യാസമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് പ്രവചിക്കുന്നത് 56 മുതൽ 62 സീറ്റുകൾ വരെ. അത് എന്നാ നാം മനസ്സിലാക്കണം, 2016 ഏപ്രിൽ 23-ാം തീയതി അവർ പ്രവചിക്കുന്നത് 56 മുതൽ 62 സീറ്റുകൾ വരെ നേടാം. 75 മുതൽ 81 വരെ സീറ്റുകൾ LDF നേടാം. പേഴ്സൻറ്റേജ് ഏറെക്കുറെ ചിലപ്പോൾ അവർ പറയുന്നിടത്ത് 2-3% വ്യത്യാസത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ 2-3% പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സീറ്റ്സിൽ വലിയ മാറ്റം വരും. അപ്പോൾ ഇപ്പം നമ്മൾ സൂചിപ്പിച്ച ഈ 56-62, 75-81, 66-72 UDFന്, 68-74 LDFന്, 55-62 UDFന്, 75-82 LDFന്, ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ 2016 മാർച്ചിൽ നടത്തുമ്പോൾ പോലും ശരിയാകുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി മാസത്തിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചിക്കുമ്പോൾ അത് ശരിയാകണമെങ്കിൽ ഇനിയും നമ്മളൊരു 1.5 മാസമെങ്കിലും കാത്തിരിക്കണം. എന്നാൽ പോലും കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിട്ടില്ല എന്ന് നമ്മൾ കാണണം. ഇനി നമുക്ക് 2021 ഫലം ഇവർക്ക് ശരിയായി പ്രവചിക്കാൻ കഴിഞ്ഞോ എന്ന് പരിശോധിക്കാം. 2021 നമ്മൾ പരിശോധിക്കുമ്പോൾ
ഏഷ്യാനെറ്റ് ന്യൂസ് മാർച്ച് 29 പ്രവചിക്കുന്നത് LDFന് 82-ൻ്റെയും 91-ൻ്റെയും ഇടയിലുള്ള സീറ്റുകൾ. കുറെ ശരിയായി. 46-നെയും 54-നും ഇടയിലുള്ള സീറ്റുകൾ UDFന്. അത് എപ്പോൾ? മാർച്ച് 29-നാണ്. മാർച്ച് മാസം അവസാനം പ്രവചിച്ചപ്പോഴാണ്. മാതൃഭൂമി സീ വാട്ടർ സർവേ പറഞ്ഞത് 73 മുതൽ 83 സീറ്റുകൾ വരെ LDFനും UDFന് 56 മുതൽ 66 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നാണ്. ആ മാതൃഭൂമി സീ വാട്ടർ സർവേയുടെ അടുത്തൊന്നുമല്ല ഫലം എത്തി നിന്നത് നമ്മൾ കാണണം. 77 മുതൽ 82 വരെ സീറ്റുകൾ LDFന് മനോരമ ന്യൂസ് BMR സർവേ പ്രവചിച്ചപ്പോൾ അതും 24 മാർച്ച് 2021-നാണ്. 54 മുതൽ 59 വരെ സീറ്റുകളാണ് UDFന് പ്രവചിച്ചത്. ടൈംസ് നൗ സീ വാട്ടർ സർവേ 77 സീറ്റുകൾ പ്രവചിച്ചപ്പോൾ 62 സീറ്റുകളാണ് UDF പ്രവചിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മാസക്കാലത്തിന് ശേഷം അന്ന് എന്ന് പറഞ്ഞാൽ 27 ഫെബ്രുവരി 2021 ABC സീ വാട്ടർ പറഞ്ഞത് 83 മുതൽ 91 സീറ്റ് വരെ LDFനും 47 മുതൽ 55 സീറ്റ് വരെ UDFനും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ആവറേജിൻ്റെ ഹാഫ് കിട്ടിയാലേ നമുക്കത് ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ 47ഉം 55 എന്ന് പറയുമ്പോൾ 102 അല്ലേ? 102ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഒരു 51 സീറ്റുകൾ. അതിന് 1-2 അങ്ങോട്ടും മാറാം. പക്ഷേ 51ൻ്റെ 1-2 അങ്ങോട്ട് മാറിയ രീതിയിലല്ല വന്നത്. 41 സീറ്റുകൾ മാത്രമേ UDFന് നേടാൻ കഴിഞ്ഞുള്ളൂ. ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും LDFന് അനുകൂലമായിരുന്നു. ദൃശ്യമാധ്യമങ്ങൾ അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 19 മാർച്ചിന് മാതൃഭൂമി ന്യൂസ് സീ വാട്ടർ സർവേ പറഞ്ഞത് 75 മുതൽ 83 സീറ്റുകൾ വരെ LDFനും 55 മുതൽ 66 സീറ്റുകൾ വരെ UDFനും. അതേ ദിവസം 19 മാർച്ച് ABP ന്യൂസ് സീ വാട്ടർ സർവേ പ്രകാരം 77 മുതൽ 85 സീറ്റുകൾ വരെ LDFനും 54 മുതൽ 62 സീറ്റുകൾ വരെ UDFനും പ്രവചിച്ചു. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ഈ യഥാർത്ഥത്തിലുള്ള 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഈ ഫലം വളരെ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ്. ഇനി എക്സിറ്റ് പോൾ പ്രവചിച്ചത് 29 ഏപ്രിലിൽ പ്രവചിച്ചതാണ്. 7:30 എക്സിറ്റ് പോൾ പ്രകാരം അവർ പറഞ്ഞത് LDFന് 64 മുതൽ 76 സീറ്റുകൾ വരെ. ഇന്ത്യ ന്യൂസ് ITV ജൻ കി ബാത്ത് സർവേ UDFന് 61 മുതൽ 71 സീറ്റുകൾ വരെ. പാട്രിയോട്ടിക് വോട്ടറുടെ സർവേ പ്രകാരം 84 മുതൽ 92 സീറ്റുകൾ വരെ LDFനും 45 മുതൽ 51 സീറ്റ് വരെ UDFനും. ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം 104 മുതൽ 120 വരെ സീറ്റുകൾ LDFനും 20 മുതൽ 36 സീറ്റുകൾ വരെ UDFനും പ്രവചിച്ചു. മനോരമ ന്യൂസ് കേരളത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം 68 മുതൽ 78 വരെ സീറ്റുകൾ LDFനും 59 മുതൽ 70 വരെ സീറ്റുകൾ UDFനും പ്രവചിച്ചു. റിപ്പബ്ലിക് TVയുടെ സർവേ പ്രകാരം 72 മുതൽ 80 സീറ്റുകൾ വരെ LDFനും 58 മുതൽ 64 സീറ്റുകൾ വരെ UDFനും പ്രവചിച്ചു. ടൈംസ് നൗ പ്രവചിച്ചത് 71 മുതൽ 77 സീറ്റുകൾ വരെ LDFനും 62 മുതൽ 68 സീറ്റുകൾ വരെ UDFനുമായിരുന്നു. അപ്പോൾ നോക്കൂ, എക്സിറ്റ് പോൾ സർവേകൾക്ക് പോലും യഥാർത്ഥത്തിലുള്ള ചിത്രം നൽകാൻ 2021 കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തേതിന് സമാനമായൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്ന 2011 ഇവരുടെ പ്രവചനങ്ങൾ എങ്ങനെയായി എന്ന് നമ്മൾ നോക്കേണ്ടത്. 2011 മാർച്ച് 9 ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ സർവേ പ്രകാരം 60 മുതൽ 68 സീറ്റുകൾ വരെ, അതായത് 9 മാർച്ച് 2011 60 മുതൽ 68 സീറ്റുകൾ വരെ LDFന് പ്രവചിച്ചു. ഇതേ ഏജൻസി ഏഷ്യാനെറ്റ് ന്യൂസ് ഏകദേശം ഒരു 22 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 31 പ്രവചിക്കുമ്പോൾ 10 സീറ്റുകളുടെ കുറവുണ്ടായി. 50 മുതൽ 60 സീറ്റുകൾ വരെയാണ് അന്ന് LDFന് ഏഷ്യാനെറ്റ് പ്രവചിച്ചത്. അപ്പോൾ 80 മുതൽ 90 സീറ്റുകൾ വരെ UDFന് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രവചിച്ചു എന്ന് 2011 മാർച്ച് മാസം 31 യഥാർത്ഥത്തിൽ UDFന് ലഭിച്ചത് 72 സീറ്റുകളായിരുന്നു. അപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. മാർച്ച് മാസം അവസാനത്തിൽ പോലും ഇപ്പോൾ KM മാണിയുടെ മകൻ ജോസ് കെ മാണി പറയുന്നത് പോലെ നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്ന 2011 പോലും ഫലം പ്രവചിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, മാർച്ച് അവസാനത്തിൽ പോലും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മാർച്ച് 31 ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ
മോണിറ്ററിംഗ് എക്കണോമിക് ഗ്രോത്ത് എന്ന ഏജൻസി നടത്തിയ സർവേ പ്രകാരം 58 മുതൽ 68 സീറ്റുകൾ വരെ LDFന് ലഭിക്കുന്ന സാഹചര്യം 31 മാർച്ച് 2011 72 മുതൽ 82 സീറ്റുകൾ വരെ UDFന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് മിനിമം സീറ്റുകളാണ്. യഥാർത്ഥത്തിൽ ഇത് വരേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 72 82 കൂട്ടിക്കഴിഞ്ഞാൽ 154 പകുതി 154 പകുതി സീറ്റുകൾ എന്ന് പറയുമ്പോൾ 77 സീറ്റുകൾ വരണം. പക്ഷേ 72 സീറ്റുകളെ ലഭിച്ചുള്ളൂ. അപ്പോൾ ശരിയായ രീതിയിലുള്ള ഒരു പ്രവചനം മാർച്ച് 5 സീറ്റുകളൊക്കെ കുഴപ്പമില്ല. അത് ഏറെക്കുറെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മോണിറ്ററിംഗ് എക്കണോമിക് ഗ്രോത്ത് നടത്തിയ സർവേ ശരിയായിരുന്നു നമുക്ക് പറയാം. പക്ഷേ ഇവിടെ നോക്കൂ, ഈ 22 ദിവസത്തിനിടയിൽ സെയിം ഏജൻസി തന്നെ ഫലം പ്രവചിക്കുമ്പോൾ അവിടെ വന്ന മാറ്റം 10 സീറ്റുകളുടെ മാറ്റമാണ് വരുന്നത്. ഈ 10 സീറ്റുകളുടെ മാറ്റമാണ് വരുന്നത്. അവർ ഏഷ്യാനെറ്റ് ന്യൂസ് അന്ന് BJPക്ക് NDAക്ക് 2 സീറ്റുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് 2 സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്ന് പ്രവചിച്ചു. അത് PC ജോർജും നമ്മുടെ രാജഗോപാൽജി അന്ന് അവർ വിജയിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ല. അന്ന് PC ജോർജ് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ കൂടെയാണ്. ഈ 2 സീറ്റെന്ന് പ്രവചിച്ചത് അന്ന് BJP അല്ലെങ്കിൽ NDA അത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ശരിയായില്ല എന്ന് നമുക്ക് കാണാം. ഞാനത് പെട്ടെന്ന് 2014 കാര്യം ഓർത്തു. ഇനി നമ്മൾ 2011 മെയ് മാസം 10-ാം തീയതി നടത്തിയ പ്രവചനം സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ്, ഇവരുടെ CSDSൻ്റെ സർവേയാണ് കുറേ ശരിയാവെന്ന് പറയാൻ എല്ലാവരും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയാറുള്ളത്. ഇത് ദേശീയ തലത്തിലെ സൊഫോളജിസ്റ്റുകൾ നമ്മളെ പ്രണോയ് റോയിയെ പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്ന ഓരോ സർവേകളുണ്ട്. നമ്മുടെ യോഗേന്ദ്ര യാദവ് പോലെയുള്ള ആൾക്കാരൊക്കെ പറയുന്ന അവരൊക്കെ കൂടുതൽ അവരൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ അവർക്കൊക്കെ അറിയാവുന്നതോ ആയിട്ടുള്ള അവരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഴ്സാണ് ഈ CSDS. അപ്പോൾ 69 മുതൽ 77 വരെ സീറ്റുകളാണ് അന്ന് LDFന് പ്രവചിച്ചത്. UDFന് 63 മുതൽ 71 സീറ്റ് വരെ. എന്ന് പറഞ്ഞാൽ ഇതിനനുസരിച്ചിട്ട് CSDS പ്രവചിച്ചതനുസരിച്ച് LDF ആണ് മുന്നിൽ. ഏത് 2011 മെയ്യിൽ പോലും LDFന് മുൻതൂക്കമാണ് CSDS പ്രവചിക്കുന്നത്. 58 മുതൽ 68 സീറ്റുകൾ വരെ അവർ CSDS അല്ല C4 പ്രവചിക്കുന്നത് 58 മുതൽ 68 വരെ സീറ്റുകൾ LDFനും 72 മുതൽ 82 വരെ സീറ്റുകൾ UDFനും പ്രവചിച്ചു. ഇനി ജയ്ഹിന്ദ് ന്യൂസ് 44 മുതൽ 54 വരെ സീറ്റുകളാണ് LDFന് പ്രവചിച്ചത്. 86 മുതൽ 96 വരെ സീറ്റുകൾ UDFന് പ്രവചിച്ചു. അപ്പോൾ എത്രമാത്രം വ്യത്യാസം ഉണ്ടെന്ന് നോക്കാം. ഇനി ന്യൂസ് 24 ചാനൽ ടുഡേയ്സ് ചാണക്യ ഏജൻസിയുടെ സർവേ പ്രകാരം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഭരണം ലഭിക്കുമെന്നാണ് അവർ പറഞ്ഞത്. 84 മുതൽ 102 വരെ സീറ്റുകൾ നേടാമെന്നും എന്നാൽ UDF 35 മുതൽ 53 വരെ സീറ്റുകളെ നേടുകയുള്ളൂ എന്നും പറഞ്ഞു. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ CVB ന്യൂസ് സീ വാട്ടർ സർവേ പ്രകാരം 2011 മെയ് മാസത്തിൽ അവർ നടത്തിയ സർവേ പ്രകാരം 83 മുതൽ 91 സീറ്റുകൾ വരെ അവർ UDFനും 1 മുതൽ 4 സീറ്റ് വരെ മറ്റുള്ളവർക്കും 49 മുതൽ 57 സീറ്റുകൾ വരെ LDFനും പ്രവചിക്കുന്നു. ഇതെല്ലാം കാണിക്കുന്ന എന്താണ്? നമ്മൾ കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിവിധ ഏജൻസികളുടെ അവർ നടത്തിയിട്ടുള്ള ഫലപ്രവചനങ്ങൾ, പ്രധാനമായും മാർച്ചിലും മെയ്യിലും നടത്തിയ ഫലപ്രവചനങ്ങൾ തന്നെ പലപ്പോഴും ശരിയായിരുന്നില്ല എന്ന് കാണുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കൈരളി TV അല്ലെങ്കിൽ മീഡിയ വൺ ഇത്തരത്തിലുള്ള ചാനലുകൾക്കെല്ലാം അല്ലെങ്കിൽ വീക്ഷണം ദിനപത്രം, ദേശാഭിമാനി പത്രം ഇവരൊക്കെ ഒരു സർവേ നടത്തുകയാണെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ തിരഞ്ഞെടുപ്പുകൾ അവർ എന്ത് സർവേയിൽ എന്ത് കണ്ടെത്തിയാലും അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അപ്പോൾ ഈ സ്വതന്ത്രമായ ഒരു രീതിയിൽ വേണ്ടത്ര സാമ്പിൾ സൈസ് എല്ലാം എടുത്ത്, അതായത് ഒരു അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്നും ഒരു 2000 ആളെയെങ്കിലും ഇവർ കാണണം. 140 അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്നും ഒരു 2000 ആളെയെങ്കിലും ഇവർ കാണണം. ഇനിയിപ്പോൾ എല്ലാ അസംബ്ലി സെഗ്മെൻറ്റ്സിൽ നിന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ഒരു ജില്ലയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ജില്ലകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട, ഇടുക്കി പോലെ അത്തരം ജില്ലകളിൽ അവരൊരു 3 അസംബ്ലി സെഗ്മെൻറ്റ്സിലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ കാണണം. പിന്നെ ഓരോ ഒരു ജില്ലയിൽ തന്നെ അസംബ്ലി സെഗ്മെൻറ്റ്സിന് സ്വഭാവം വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പേരാവൂർ പ്രദേശത്തിൻ്റെ പ്രത്യേകതയല്ല
കണ്ണൂർ ജില്ലയുടെ ഈ കോസ്റ്റൽ ഏരിയാസിലുള്ളത്. അതുപോലെ കോഴിക്കോട് ജില്ലയിലും ഈ തിരുവമ്പാടി പോലെയുള്ള കിഴക്കൻ മേഖലയിലെ പ്രത്യേകതകളല്ല തീരപ്രദേശങ്ങളിലുള്ളത്. അപ്പോൾ അതെല്ലാം നോക്കി സ്ത്രീ വോട്ടർമാരെയും വേണ്ട രീതിയിൽ ഈ സാമ്പിൾ സൈസ് എടുക്കുമ്പോൾ സ്ത്രീ വോട്ടർമാർക്കിടയിലും സർവേ നടത്തി വേണം ചെയ്യാൻ. ഇപ്പോൾ തന്നെ നോക്കൂ, സർക്കാർ ജീവനക്കാരുടെ അതുപോലെ തന്നെ പെൻഷനേഴ്സിൻ്റെയും കാര്യം. അവരുടെ എൻ്റെ മദർ തന്നെ ഒരു ഫാമിലി പെൻഷനറായതുകൊണ്ട് അവരുടെ ഈ KSPU, കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ്റെയൊക്കെ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അതിനകത്തൊക്കെ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ വരുന്ന മെസ്സേജുകൾ ഇതിനെതിരെയുള്ള അതൃപ്തിയാണ്. കാരണം സർക്കാർ ജീവനക്കാർക്കും പെൻഷനേഴ്സിനും അവരുടെ കുടിശ്ശിക നൽകും, അല്ലെങ്കിൽ അതിന് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വരാൻ പോകുന്നു, സാലറി റിവിഷൻ കമ്മീഷൻ. അപ്പോൾ ഇനി എത്ര സമയമുള്ളത്? സാലറി റിവിഷൻ കമ്മീഷൻ വന്ന് അതിനെക്കുറിച്ച് പഠിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് വേണം, ആ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചിട്ട് വേണം ഇവർക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല. കാരണം അപ്പോഴേക്ക് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും, പിന്നെ അവർക്കിത് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദൃശ്യമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന ചില സർവേകളിൽ അവർ ഡോക്ടർ G. ഗോപകുമാറിനെ പോലെയുള്ള കേരളത്തിലെ പ്രമുഖ സെഫോളജിസ്റ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർവേകൾ നടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അവർ തന്നെയും പറയുന്നത്, G. ഗോപകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ പോലും പറയുന്നത്, വരാനിരിക്കുന്ന മാസങ്ങളിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ വലിയ മാറ്റം വരുന്നു. അപ്പോൾ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു അസംബ്ലി സെഗ്മെൻറ്റിൻ്റെ കാര്യം 2016 നമ്മൾ പരിശോധിച്ചാൽ 2016 LDFന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നൽകുന്നില്ല UDF സർക്കാർ എന്നുള്ള തോന്നൽ കേരളത്തിലുടനീളം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് പെരുമ്പാവൂർ MLA LDFകാരനാണ്. അദ്ദേഹത്തിനെതിരെ ചില ആക്ഷേപങ്ങളുണ്ടായി. അതുകൊണ്ട് അവിടെ LDF പരാജയപ്പെട്ടു അസംബ്ലി സെഗ്മെൻറ്റിൽ. അപ്പോൾ സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കെതിരായ ഒരു രാഷ്ട്രീയ സാഹചര്യം മറ്റ് പലയിടങ്ങളിലും ഉണ്ടാകും. അപ്പോൾ നോക്കൂ, അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ LDFന് വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം. പക്ഷേ അവിടെ എന്ത് സംഭവിച്ചു? 2016 LDF അതായത് രാഷ്ട്രീയത്തിന് അതീതമായ ചിന്തിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുമ്പോൾ ആ തീരുമാനത്തെ രാഷ്ട്രീയത്തിനും അപ്പുറത്തെ കാര്യങ്ങൾ സ്വാധീനിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്തിട്ട് പോലും അഴീക്കോട് മണ്ഡലത്തിൽ 2016 LDF പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതൊരു LDFന് ദുർബലമായ രാഷ്ട്രീയ അടിത്തറയുള്ള ഒരു പ്രദേശമല്ല, എന്നിട്ട് പോലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നടത്താൻ സമയമായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം. അതിനുള്ള തെളിവുകളാണ് നമ്മൾ അവതരിപ്പിച്ചത്.